ഈ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ സഭയിൽ എന്താണ് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. വിശ്വനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിച്ച് ദൈവപ്രമാണങ്ങൾക്ക് വിശുദ്ധമായി ജീവിക്കുവാൻ ഈ കുഞ്ഞിനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാകുന്നു. നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ചുമതലയുടെ ഗൗരവം നിങ്ങൾക്കറിയാമോ? ക്രൈസ്തവ മാതാപിതാക്കന്മാരുടെയും തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുവാൻ ഈ മാതാപിതാക്കന്മാരെ സഹായിക്കുന്നതിന് നിങ്ങൾ സന്നദ്ധരാണോ? പ്രിയ കുഞ്ഞെ, അത്യന്തം സന്തോഷത്തോടുകൂടിയാണ് ക്രൈസ്തവ സമൂഹം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ ഈ സമൂഹത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ തുഷടിയാൾക്കാർ രക്ഷിതാവായി ക്രിസ്തു നാമപ്പെടുത്തുന്നു. ഇതാ നിന്റെ തെറ്റിദ്ധരങ്ങളിൽ ഞാൻ കുരിശു വരയ്ക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി നിന്റെ മാതാപിതാക്കന്മാരെയും ജ്ഞാനപിതാക്കളെയും ഞാൻ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരരെയും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോകുന്ന ഈ ശിശുവിനെയും എൻ്റെ മാതാപിതാക്കന്മാർ ജ്ഞാനപിതാക്കളെയും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് എല്ലാവരെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുവാൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മക്കളുടെയും മരണത്തിൻ്റെയും ഉയർത്തിൻ്റെയും ഇവരെ രസിത്താൽ ജ്ഞാനസ്നാനം വഴി നമ്മുടെ ഈ കുഞ്ഞിനെ ദീപ്തനാക്കി അങ്ങയുടെ വിശുദ്ധ സഭയിലെ അംഗമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനവും സകലയും വഴി സുവിശേഷ സാക്ഷ്യവുമായി തിരിച്ചെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ജീവിത വിശുദ്ധി വഴി ഈ ശിശു പൂർത്തിയ സൗഭാഗ്യം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരുടെയും ജ്ഞാനപിതാക്കളുടെയും ജീവിതം ഈ കുഞ്ഞിന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയായിരിക്കുവാൻ കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുഞ്ഞിന്റെ കുടുംബത്തെ എപ്പോഴും അങ്ങയുടെ സ്നേഹത്തിൽ നിലനിർത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനസ്നാനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പ്രസാദത്തിന് നമ്മൾ ചൈതന്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും നിത്യനുമായ ദൈവമേ, ദുർഭൂതങ്ങളെ ഉച്ചാടനം ചെയ്യുന്നതിനും മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് അകറ്റി അങ്ങയുടെ പ്രകാശപൂർണ്ണമായ രാജ്യത്തിലേക്ക് ആനയിക്കുന്നതിനുമായി അങ്ങയുടെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. ഈ ശിശുവിനെ ഉത്ഭവപാപത്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ മഹിമ നിറഞ്ഞ ആലയമാക്കണമേ. ഈ കുഞ്ഞിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷാകരമായ തൈലം കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യുന്നു. അവിടുത്തെ ചൈതന്യം എന്നെന്നും എന്നെ നിലനിർത്തുമാറാകട്ടെ. മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ശിശു ദൈവകൃപയാൽ ജ്ഞാനസ്നാനം വഴി ജലത്താലും പരിശുദ്ധാത്മാവിനാലും വിജയം പ്രാപിക്കാൻ പോവുകയാണ്. ആ ദൈവിക ജീവൻ പാപസ്പർശമേൽക്കാതെ അനുദിനം വളർന്നതിനു വേണ്ട വിശ്വാസ ശിക്ഷണം നിനക്ക് നൽകുക നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ വിശ്വാസത്താൽ പ്രേരിതരായി കടമയേറ്റെടുക്കുവാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ജ്ഞാനസ്നാന വ്രതം നവീകരിച്ചുകൊണ്ട് പാപം ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതാണ് സഭയുടെ വിശ്വാസം. ഈ വിശ്വാസത്തിലാണ് നിങ്ങളുടെ കുഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോകുന്നത്. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? സകല ദുഷ്പ്രകൃതങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അങ്ങനെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിന്റെയും ഭൂമിയുടെയും പിതാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരും പിതാവിന്റെ ബന്ധുഭാഗത്തിരിക്കുന്നതുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിനും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിനും പാപത്തിനും മോചനത്തിനും ശരീരത്തിന്റെ ഉയർത്തിനും നിത്യാവശ്യം നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് തന്നെ സഭയുടെ വിശ്വാസം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇത് പ്രഖ്യാപിക്കുന്നതിന് നാം അഭിമാനപ്പെടുന്നു. നാം ഒന്ന് ചേർന്ന് പ്രഖ്യാപിച്ച സഭയുടെ വിശ്വാസത്തിൽ ജേക്കബ് ജോയ്സിനെ സ്ഥാനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ജേക്കബ് ജോയ്സ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് ഞാൻ സ്നാനപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും സർവശക്തനുമായ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ജനത്താലും പരിശുദ്ധാത്മാവിനാലും നവജീവൻ നൽകി ദൈവജന സമൂഹത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പുരോഹിതനും പ്രവാചകനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തിന് അംഗമായി ജീവിച്ച് നിത്യായുസ്സ് പ്രാപിക്കുവാൻ പിതാവായ ദൈവം നിന്നെ രക്ഷയുടെ പ്രതിഷ്ഠാതൈലം കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു.
പ്രിയ കുഞ്ഞെ, നീയെപ്പോലൊരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ള വസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാക്കിയുമായി ചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും പ്രചോദിതയായി മഹിമയേറിയ പദവിയും മലിനപ്പെട്ടാതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹനാക്കുക. ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുന്നു. മാതാപിതാക്കന്മാരെ, ജ്ഞാനപിതാക്കളെ ദൈവം ഒരിക്കലും മുതിയാതെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശത്തിനാണ്. ഇവൻ എന്നും വെളിച്ചത്തിൻ്റെ മകനായി ജീവിക്കേണ്ടവനാണ്. വിശ്വാസത്തിൻ്റെ ദീപം ഈ മകൻ്റെ ഹൃദയത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുമാറാകട്ടെ. ദിവിനാഥൻ വരുമ്പോൾ സ്വർഗസ്ഥനായ എല്ലാ വിശുദ്ധരോടുമൊത്ത് അവിടുത്തെ എതിരേൽക്കുവാൻ ഈ മകന് ഭാഗ്യം ലഭിക്കട്ടെ. ക്രിസ്തുനാഥൻ ബദിരന് കേൾവിയും ഊമന് സംസാരശക്തിയും നൽകി അവിടുത്തെ വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിന്റെ അദരത്തെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ. വത്സല സഹോദരരെ, ഈ കുഞ്ഞ് ജ്ഞാനസ്നാനം വഴി പുതുജന്മം പ്രാപിച്ചിരിക്കുന്നു. ഇവൻ ദൈവമകൻ എന്ന് വിളിക്കപ്പെടുന്നു. മാത്രമല്ല, ഇവൻ ദൈവമകൻ തന്നെയാണ്. സ്ഥൈര്യനിയമനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹപൂർണ്ണതായി മകന് ലഭിക്കും. ഇവൻ കർത്താവിന്റെ ബലിയിൽ സംബന്ധിച്ച് ദിവ്യവിരുന്നിൽ പങ്കുകൊള്ളും. സഭാ സമൂഹത്തോട് ചേർന്ന് ദൈവത്തെ പിതാവിനെ വിളിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ ദത്തുമിത്രായ നമുക്ക് ഈ കുഞ്ഞിന്റെ നാമത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആഘോഷമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ ദിവസം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ പാടി ഞങ്ങളെ പ്രവർത്തനപ്പെടുത്തരുത്. കർത്താവ് നിങ്ങളോടുകൂടെ പിതാവ് ആശീർവദിക്കുമാറാകട്ടെ. ഫോട്ടോ എടുക്കുന്നു.